ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട CD ഡീലക്സ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞത് കിക്കറിൽ സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ പ്ലഗിൻ്റെ കേബിൾ, അതായത് HD കോയിലിൻ്റെ വയറ് ചെക്കപ്പ് പറഞ്ഞാണ്, എൻജിൻ ഓയിൽ ചെക്കപ്പ്, ബ്രേക്ക്, ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ പറഞ്ഞാണ്. ബ്രേക്ക് നമുക്ക് നിലവിൽ ടൈറ്റ് ചെയ്യാനുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്ത് വിടാം. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. എൻജിൻ ഓയിൽ ചെക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ചുള്ളൂ. അപ്പോൾ നിലവിൽ കുറച്ച് ഓയിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ലെവൽ കുറവുള്ളത് ഒഴിക്കേണ്ടി വരും. ഓയിൽ മാറ്റാറായിട്ടുണ്ടെങ്കിൽ ഓയിൽ ഫുള്ളായിട്ട് മാറ്റണമാണ് നല്ലത്. കാരണം ഈ പഴയ ഓയിലിലേക്കാണ് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുക. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് അതിൻ്റെ 3000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓയിൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതേപോലെ ഇവിടെ കിക്കറിൻ്റെ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽസിൽ ഏകദേശം 20-21 അങ്ങോട്ട് വന്നുള്ളൂ. അതൊന്ന് വേണമെങ്കിൽ കൈയോടെ മാറ്റിയിടാം. അതിനെ കിടക്കും തോറും കൂടുതലായിട്ട് വരും. ബ്രേക്ക് സെറ്റിംഗ് ഇതുണ്ടോ, ഇത്രയും പ്ലേ ആണ് കാണിക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ലൈനർ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയേക്കണാണ് ഇത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പ് വന്നാണ് ഈ പുറത്തേക്ക് കേട്ടോ. ബെയറിങ് പോയി കിടക്കേണ്ട നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലച്ച് ചെക്കപ്പ് പറഞ്ഞാൽ ക്ലച്ച് പ്ലേറ്റ് ചെക്കപ്പ് ആയിരിക്കും. കേബിളിൻ്റെ ടൈറ്റാണ് ചെറിയതായിട്ടൊന്ന് കാണിക്കണം കേട്ടോ. നല്ലൊരു തൽക്കാലം ഒന്നും ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ടൈറ്റ് ഉണ്ട്. നമുക്ക് കേബിളിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ്. ഇവിടെ നോക്കുമ്പോൾ വയറൊക്കെ പൊട്ടി കിടക്കണേ കാണണം കേട്ടോ. ആ ഹാൻഡിൽ റൊട്ടേഷൻ വരുന്ന ഭാഗത്ത് ഒട്ടുമിക്ക വയറുകളും, അതായത് അതിൻ്റെ ഒരു 80% വയർ പൊട്ടി കിടക്കാം. ബാക്കിയുള്ളത് പൊട്ട് വീണിരിക്കണമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് മാറ്റി സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. വയറിംഗ് കിറ്റ് മേടിക്കുക, പുതിയ വയറിംഗ് കിറ്റ് കയറ്റാം. അതായിരിക്കും കുറേ കൂടി നല്ലത്. കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഴയ മോഡലാണ്, പെട്ടെന്ന് തപ്പിയ സാധനം കിട്ടിയെന്ന് വരില്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് എക്സ്റ്റൻഷൻ കൊടുക്കുക. ഓരോ വയറും എടുത്ത് സോൾഡർ ചെയ്ത് ഇൻസുലേഷൻ വെച്ച് സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിലും തൽക്കാലം പ്രോബ്ലം സോൾവ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ വീണ്ടും ആ പ്രശ്നം കാണിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നോക്കാം. ഞാൻ വയറിംഗ് കിറ്റിൻ്റെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വയറെടുത്ത് സോൾഡർ ചെയ്ത് റീസെറ്റ് ചെയ്യണം. രണ്ടിനും എങ്ങനെ ചെയ്യണമെങ്കിലും നമുക്ക് സമയം വേണം. ഇന്നത്തേക്ക് ആവില്ല. കാരണം വയറിംഗ് കിറ്റ് തപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നമ്മൾ അന്വേഷിച്ച് നോക്കാം. നേരെ മറിച്ച് കിട്ടിയില്ല, സോൾഡർ ചെയ്തിട്ടാണ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് താമസം തന്നെ പണിയാണ്. അത് കുറേ വയറിംഗ് കിറ്റ് മൊത്തം അഴിച്ചതിന് ശേഷം വേണം നമുക്കത് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നോക്കട്ടെ, പുതിയത് കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടും, നമുക്ക് മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നോക്കിയിട്ട് എന്തെങ്കിലും പറയാം കേട്ടോ. എന്തായാലും നമുക്ക് സമയം തന്നെ കേട്ടോ. ഇന്നത്തേക്ക് ആവില്ല കേട്ടോ. നാളെ വൈകിട്ടത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി. വയറിംഗ് കിറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അത് സോൾഡർ ചെയ്ത് റീസെറ്റാക്കി തരാം. ഓക്കെ.